കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി കണ്ട നിക്ഷേപകൻ ആരാണ്? റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടണമെന്ന് പറഞ്ഞ രേഖ പുറത്തുവിടുന്നു. ഇനി മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം, മുഖ്യമന്ത്രി എന്ന ഹെലികോപ്റ്ററിൽ പോയി കണ്ട നിക്ഷേപകൻ ആര്? ആ നിക്ഷേപകൻ ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു നുണയായിരുന്നോ? ഇപ്പോൾ പുറത്തുവരുന്ന ലഹരിക്കടത്ത് പ്രതിയുമായി മുഖ്യമന്ത്രിക്ക് എന്തു ബന്ധമാണ് ഉള്ളത്? മറുപടിയുണ്ടോ? വാർത്തകൾക്ക് തടയിടാൻ വേണ്ടിയായിരുന്നോ ഈ വ്യാജ പ്രചരണം എൻ പ്രശാന്ത് IAS കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിപ്പിച്ച മാധ്യമങ്ങൾക്ക് കൊടുത്തത്? അതായത് 139 ഗ്രാം MDMA പിടിയിലായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ മുഹമ്മദ് ഫൈസ് ടീം VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണെന്ന് അവകാശപ്പെടുന്നയാൾ ഈ വാർത്ത പുറത്തു വരാതിരിക്കാൻ, ആ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ വ്യാജ വാർത്താ പ്രചരണം. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇല്ല എന്ന് കായിക വകുപ്പിന്റെ സെക്രട്ടറി പറഞ്ഞ, അതിനെ തുടർന്ന് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കിട്ടിയ വ്യാജ വാർത്തയുടെ മുനയൊടിക്കുന്ന ദൃശ്യങ്ങളാണ്, രേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. പക്ഷേ എന്തിന് ഇപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു വ്യാജ വാർത്താ പ്രചരണമുണ്ടായി? ചോദ്യം പ്രസക്തമല്ലേ റോഷിപാൽ? അരുൺകുമാർ, ഈ രേഖകൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കായിക മന്ത്രിയുടെ ഓഫീസിലുമുണ്ട്. അങ്ങനെ രേഖകൾ അവിടെ ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഒരു കരാറില്ല എന്ന പ്രചാരണം അത് സർക്കാർ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു വാർത്ത അന്വേഷണ റിപ്പോർട്ട് എങ്ങനെ ചോർത്തി നൽകാൻ കഴിഞ്ഞു എന്നതാണ്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും ചോർത്തി നൽകിയതിന്റെ ഉറവിടം വ്യക്തമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ രേഖകൾ പോകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻ സർക്കാരുകളുടെ കാലത്ത് വിവാദ നായകനായ IAS ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്താണ് അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നത്. എല്ലാ ചട്ടങ്ങളും, സർവീസ് ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് നിരന്തരം സർക്കാരിനെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ സംസാരിച്ച ആൾ കൂടിയാണ് എൻ പ്രശാന്ത്. അതുകൊണ്ടാണ് അച്ചടക്ക നടപടി നേരിട്ടത്. നേരത്തെ കോഴിക്കോട് കലക്ടറായിരിക്കെ വാഹനം ദുരുപയോഗം ചെയ്തതിന് MK രാഘവൻ MP പരാതി നൽകിയിരുന്നു എൻ പ്രശാന്തിനെതിരെ. അങ്ങനെ എല്ലാ കാലത്തും വിവാദ നായകനായ എൻ പ്രശാന്ത് സ്വാഭാവികമായും ഒരുപക്ഷെ സർക്കാരിന്റെ പ്രീതി പറ്റാൻ വേണ്ടിയായിരിക്കാം, മുഖ്യമന്ത്രിയുടെ പ്രീതി പറ്റാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. കാരണം കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിന്റെ ഓഫീസിൽ തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളുണ്ട്, ഈ ധാരണാപത്രമുണ്ട്, ഒപ്പം AFA കൈമാറിയ കത്തുകളുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ അനുമതി സംബന്ധിച്ച രേഖകളുണ്ട്, RBIയുടെ അനുമതി സംബന്ധിച്ച രേഖകളുണ്ട്, പണം കൈമാറിയതിന്റെ രേഖകളുണ്ട്. എല്ലാ രേഖകളും കായിക വകുപ്പ് സെക്രട്ടറിയുടെ കയ്യിലിരിക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് മന്ത്രി OJ ജിനീഷ് വഴി മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നു. പലതരത്തിലുള്ള അന്വേഷണം അവർ ആവശ്യപ്പെടുകയാണ് OJ ജിനീഷ്. ഇതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് വ്യക്തമാണ്. പല മാധ്യമ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിലൂടെ നുണപ്രചാരണം നടത്തുകയാണ് നിരന്തരം. ഇന്നലെ റിപ്പോർട്ടർ TV ഇത് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ പുറത്തുവിട്ടിട്ടും ഇന്നും ആ കരാർ അത് ലഘുലേഖയാണെന്ന പ്രചാരണം നടത്തുകയാണ് പ്രധാനപ്പെട്ട പല മാധ്യമ സ്ഥാപനങ്ങളും. അതിന് പിന്നിലുള്ള താല്പര്യം രാഷ്ട്രീയമാണെന്ന് എല്ലാവർക്കും ബോധ്യമാണ്. എന്തിനാണ് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുന്നത്. കാരണം ഈ ഇടപാടിൽ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ലെന്ന് മുൻ കായിക വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു. ഇനി അങ്ങനെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ഇന്നത്തെ കായിക മന്ത്രി OJ ജിനീഷിനുണ്ട്, മുഖ്യമന്ത്രി VD സതീശനുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ മൗനം പാലിക്കുന്നു. OJ ജിനീഷ് ഇനി ഇതിൽ വ്യക്തത വരുത്തണം. ഇന്നലെ ദില്ലിയിൽ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവന OJ ജിനീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അർജന്റീനൻ ടീം ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് OJ ജിനീഷ് പറഞ്ഞത്. അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ പലതവണ കേരളത്തിലേക്ക് കളിക്കാൻ വരുന്നതായി അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ സാമൂഹ്യ മാധ്യമത്തിലൂടെ അവരുടെ വിവരങ്ങൾ, വാർത്തകൾ പങ്കുവെക്കുന്ന സാമൂഹ്യ മാധ്യമ പേജിൽ തന്നെ അവർ പറഞ്ഞതാണ്. അത് ആ ഘട്ടത്തിൽ തന്നെ വാർത്തയായതാണ്. അങ്ങനെ അർജന്റീന ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് കായിക മന്ത്രി OJ ജിനീഷ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നിലവാരത്തിലേക്ക്, ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിലവാരത്തിലേക്ക് ഒരു മന്ത്രി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ പ്രോത്സാഹനം, മുഖ്യമന്ത്രിയുടെ പ്രീതി പറ്റാനുള്ള ശ്രമം, ഇതൊക്കെയാണ് ഇത്തരം നീക്കത്തിന്റെ പിന്നിലെന്ന് പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ അത് വിശ്വസിക്കേണ്ടി വരും. ഏതായാലും എന്തിനാണ് ഇത്തരം നുണപ്രചാരണം സർക്കാർ നടത്തുന്നത് എന്നാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം വിമർശനമുയർത്തി. മാധ്യമ സ്വാതന്ത്ര്യത്തെ, ഒരു മാധ്യമ സ്ഥാപനത്തെ
സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യം, അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും കായിക മന്ത്രിയുടെ ഓഫീസും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനിയും ഒട്ടേറെ തെളിവുകളും രേഖകളുമുണ്ട്. അത് ഘട്ടഘട്ടമായി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും റിപ്പോർട്ടർ മാനേജ്മെന്റ് പറഞ്ഞതുപോലെ നിയമ നടപടിക്ക് വിധേയമാകാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളുക എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. ഓക്കെ, ഇപ്പോൾ കായിക വകുപ്പ് മന്ത്രി ഇല്ല എന്ന് പറഞ്ഞ കായിക വകുപ്പ് മന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യത്തെ മുൻനിർത്തി റിപ്പോർട്ട് തയ്യാറാക്കിയ സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ അധികരിച്ച് വ്യാജ വാർത്തകൾ തയ്യാറാക്കി പ്രചരിപ്പിച്ച ഇങ്ങനെയൊരു കരാർ ഇല്ല എന്ന്, അത് ലഘുലേഖയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു മാധ്യമങ്ങളുടെ മുന്നിലേക്ക് റിപ്പോർട്ടർ TV ആ കത്ത്, ആ കരാർ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്തിക്കുകയാണ്. TV പ്രസാദ് തുടരുന്നുണ്ട്. TV പ്രസാദ്, ഇങ്ങനൊരു കത്ത് കായിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു, ഇങ്ങനെയൊരു കരാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു, ഇങ്ങനെ പണമടച്ചതിന്റെ രേഖകൾ നമ്മൾ അടുത്ത ഘട്ടത്തിൽ പുറത്തുവിടുന്നത് പണമടച്ചതിന്റെ രേഖകളാണ്. അടുത്ത ഘട്ടത്തിൽ പുറത്തുവിടുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ടയച്ച കത്താണ്. ആ കത്ത് ഓഫീസിലുണ്ടായിരിക്കെ, ഈ കത്ത് കായിക വകുപ്പിന് ലഭിച്ചിരിക്കെ, ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ കായിക മന്ത്രാലയം കേന്ദ്ര ധനമന്ത്രാലയത്തിനും കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയത്തിനും കത്ത് എഴുതിയിട്ടുണ്ട് എന്നിരിക്കെ ഇങ്ങനെയൊരു കരാർ ഇല്ല എന്ന് N പ്രസാദ് IAS കൊണ്ട് കള്ളം എഴുതി പിടിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരിക്കും TV പ്രസാദ്? അരുൺ, അതിന്റെ ഉത്തരം വ്യക്തമാണ്. അതായത് ഇന്നലെ പുറത്തു വന്ന വാർത്തകളിൽ തന്നെ അതിന്റെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. നമുക്കറിയാവുന്നതുപോലെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു കടന്നാക്രമണമാണ് റിപ്പോർട്ടർ TVക്കെതിരെ നടത്തുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. ഇന്നലത്തേതിൽ തന്നെ അതിൽ തന്നെ തെളിവുകളുമുണ്ട് അരുൺ. അതായത് 126 കോടി രൂപ കൈമാറിയതിന് ഒരു തെളിവുമില്ല, അങ്ങനെ ഒരു രേഖയും സർക്കാരിന്റെ കൈവശമില്ല എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ വരുന്നു. 166 കോടി എന്ന് പറഞ്ഞാണ് വാർത്ത വന്നത്. ആ 126 കോടി രൂപ കൊടുത്തതിനേ തെളിവില്ല, രേഖയില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പക്ഷേ അതേ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള GST ഡിപ്പാർട്ട്മെന്റ് 126 കോടി രൂപ കൊടുത്തതിന്റെ GST എവിടെ എന്ന് ചോദിച്ച് നോട്ടീസ് അയക്കുകയും ചെയ്യുന്നു. അവിടെ തന്നെ അതിന് മറുപടിയുണ്ട്. ഒരു ഭാഗത്തു നിന്ന് പറയുന്നു 126 കോടി രൂപ കൊടുത്തതിന്റെ രേഖ എവിടെ? അതേ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ധനകാര്യ വകുപ്പിന് കീഴിലെ GST ഡിപ്പാർട്ട്മെന്റ് 126 കോടി രൂപ കൊടുത്തതിന്റെ GST അടക്കാനും പറയുന്നു. ഒരു കാര്യം വ്യക്തമാണ് അരുൺ, പുകമറ സൃഷ്ടിക്കുകയാണ്. ഈ രേഖകളെല്ലാം രേഖകളായി തന്നെ ഉണ്ട് എന്നിരിക്കെയാണ് ചില രേഖകൾ പുറത്തേക്ക് വിടാൻ റിപ്പോർട്ടർ TV നിർബന്ധിതരാകുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ വിടുന്നത് 2024 ഡിസംബർ മാസം 20-ാം തീയതി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള കരാറിന്റെ പകർപ്പാണ്. ഈ കരാറിന്റെ പകർപ്പിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൽ നടക്കാനിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച്, കളിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് എല്ലാം ഇതിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് റിപ്പോർട്ടർ അവതരിപ്പിക്കുന്നത്. ഉറപ്പായും അരുൺ, ഇത് ഒരു ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചന എന്നുള്ളത് അത് റിപ്പോർട്ടർ TVക്കെതിരായ വലിയ വിമർശനമാണ്. അവർക്കൊരു പക്ഷേ അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടായേക്കാം. പക്ഷേ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത് റിപ്പോർട്ടർ TVയെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യം കൊണ്ട് തന്നെയാണ്. ഈ രേഖകൾ സ്പോർട്സ് വകുപ്പിന്, കായിക വകുപ്പിന് കിട്ടാൻ ഒരു പാടുമില്ല എന്നിരിക്കെയാണ് ഇങ്ങനെ ഒരു രേഖയേ ഇല്ല എന്ന് നിഴലിൽ നിർത്താനുള്ള ഒരു ശ്രമം കായിക വകുപ്പിന്റെ ഭാഗമായി ഇപ്പോൾ നടത്തുന്നത്. ഉറപ്പായും ഇത് രാഷ്ട്രീയമായ ഗൂഢാലോചനയുണ്ടതിൽ. ഇവരുടെ ലക്ഷ്യം ഒരുപക്ഷെ റിപ്പോർട്ടർ TV തന്നെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് അരുൺ, പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാരിനെ ഞങ്ങൾ അലോസരപ്പെടുത്തുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ടൊന്നും സർക്കാരിനെ അലോസരപ്പെടുത്തുന്നത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ. ഒന്നിനു പിറകെ ഒന്നായി തുടർച്ചയായി വാർത്തകൾ വരും. നിലവിലുള്ള വാർത്തകളിൽ അരുൺ മറുപടി പറയാൻ സർക്കാർ ഇതുവരെ തയ്യാറായോ അരുൺ? മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായോ? മുഖ്യമന്ത്രിയുടെ കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്ന ആൾ 160 ഗ്രാം MDMA-യുമായി പിടിയിലായത് പുറത്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണോ നമ്മൾ ചെയ്ത തെറ്റ്? അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി
സർക്കാരിൽ നടക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ശരവേഗത്തിലുള്ള ഫയൽ ഇടപാടുകൾ, അത് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണോ നമ്മൾ ചെയ്ത തെറ്റ്? അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കും. അത് നമ്മുടെ തൊഴിലാണ്, അത് നമ്മുടെ രീതിയാണ്, അത് തുടരുക തന്നെ ചെയ്യും. പക്ഷേ അത് നിർത്തുന്നതിന് വേണ്ടി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പടച്ചുവിടുകയാണ് ചെയ്യുന്നത്. സർക്കാരിന്റെ കയ്യിലുള്ള രേഖകൾ പോലും ഇല്ല എന്ന് പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കി അത് മറ്റു മാധ്യമങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുന്ന ശൈലിയാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ്